ഹലോ ഗൈസ്, ഇന്നൊരു അതിരമ്പള്ളി വ്ളോഗായാലോ. നമ്മൾ കുറച്ച് കാലമായി അതിരമ്പള്ളി പോകണം എന്ന് വിചാരിക്കണം. കാരണം നമ്മൾ തൃശ്ശൂർക്കാർ ഇടയ്ക്കെങ്കിലും ഈ അതിരമ്പള്ളി പോയില്ലെങ്കിൽ പിന്നെ വേറെ ആരും പോകാനാണ്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ പോക്കൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് കുറേ നാളുകൾക്ക് ശേഷം ഇന്നാണ് വീണ്ടും അതിരമ്പള്ളിക്കൊന്ന് പോകാൻ പറ്റിയത്. അതിരമ്പള്ളിയും തുമ്പൂർ മൊഴിയും ഒക്കെ കണ്ടിട്ട് തിരിച്ചു വരണമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാനിങ് വെച്ചാലും ഞങ്ങൾക്ക് അതൊന്നും നടപ്പിലായില്ല. പക്ഷേ ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡായിട്ട് ഒരു സ്ഥലം ഞങ്ങൾക്ക് കാണാൻ പറ്റി. ആ ഒരു സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര അടിപൊളിയായൊരു പ്ലേസാണ് കേട്ടോ ഗൈസ്. ഇത് നമ്മൾ അതിരമ്പള്ളി പോണ ഓൺ ദ വേ നമ്മൾ കണ്ടതാണ്. നമ്മൾ പ്ലേസ് കണ്ടപ്പോൾ ചുമ്മാ വണ്ടി ഇറങ്ങിയിട്ട് അവിടെ സ്ഥലം കാണാൻ നിന്നതാണ്. അധികം തിക്കും തിരക്കും ബഹളം ഒന്നുമില്ല. ഭയങ്കര കാം ആൻഡ് കൂളായിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. നമുക്കവിടെ ചെറിയൊരു സ്പേസിൽ കൂടെ നമുക്ക് അപ്പുറത്തേക്ക് കടക്കാനും പറ്റും. എന്നിട്ട് വെള്ളത്തിലൊന്നും ചാടരുത്, മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഹെവി ഫ്ലോ ആയിരുന്നു വാട്ടർ. എങ്ങാനും വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അതേപോലെ പാറകളൊക്കെ കുറച്ച് സ്ലിപ്പറി ആയിരുന്നു. പിന്നെ നമ്മളവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും അതിരമ്പള്ളിക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഫൈനലി നമ്മൾ അതിരമ്പള്ളിയിലെത്തി കേട്ടോ. അവിടെ കുറേ ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വെറുതെ ഒന്ന് നോക്കി. എന്നിട്ട് ടിക്കറ്റ്സൊക്കെ എടുത്തിട്ട് നമ്മുടെ അതിരമ്പള്ളിക്ക് കയറാണ്. അവിടെ ഒരു 5 to 10 minutes ഒക്കെ നമുക്കൊന്ന് നടക്കാണ്ട് കേട്ടോ. ആ നടത്തം അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ അതെത്ര സുഖകരമല്ലെങ്കിലും അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചയുണ്ടല്ലോ, അത് ഭയങ്കര അടിപൊളിയായുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര ഭയങ്കര, അല്ലെങ്കിൽ ഈ ഒരു നടത്തം അതൊരു വേർത്തിട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഫൈനലി വി റീച്ച് ദ ഹെവൻ. ഞാൻ എത്രയൊക്കെ വെള്ളച്ചാട്ടങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എവിടെയൊക്കെ പോയിട്ടും ഇത്ര അടിപൊളിയായിട്ട് ഇത്രയും സൂപ്പറായിട്ട് വേറെ എവിടെയും കണ്ടിട്ടില്ല. പാല് പോലെയാണ് വെള്ളം, പാല് പോലെ. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു അവിടുത്തെ കാഴ്ചകൾ. എത്ര നേരം കണ്ടു വന്നാലും നമുക്ക് ഒരു മടുപ്പും തോന്നില്ല. പക്ഷേ നമുക്ക് സമയം അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അന്നേരം കുറച്ചൊക്കെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ നേരെ വാഴച്ചാൽ പോയി. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ അതിരപ്പള്ളിയും വാഴച്ചാലും ഒരു പ്ലേസ് ആണെന്നാണ്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അതിരപ്പള്ളി വേറെ വാഴച്ചാൽ വേറെ. അവിടെ നിന്നൊരു 10 minutes ഒക്കെ നമുക്ക് വണ്ടിയിൽ പോകാണ്ട് കേട്ടോ ഈ വാഴച്ചാലക്ക്. വാഴച്ചാലും ഇതേപോലെ തന്നെ അടിപൊളിയുള്ളൊരു പ്ലേസാണ്. എസ്പെഷ്യലി മഴക്കാലമായതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക, കുത്തനെയാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത് കാണാൻ തന്നെ എന്താ പറയുക, എത്ര അടിപൊളിയാണെന്നറിയാം. നിങ്ങൾ തന്നെ പോയിട്ടത് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ, അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആദ്യമൊക്കെ നമുക്കിവിടെ കുളിക്കാനൊക്കെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ സ്പേസ് ഉണ്ട്, പക്ഷെ മഴ കാരണം അതവിടെ ഗാർഡ്സ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്കിവിടെ അലക്കാനും കുളിക്കാനും ഒക്കെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഇത്ര ഒഴുക്കുള്ള സ്ഥലത്തല്ല, എന്നാലും ഒഴുക്ക് കുറവുള്ള സ്ഥലത്ത് വന്നിട്ട് നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. ആൻഡ് അവിടെ കുറച്ച് നേരം എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. അടുത്തത് അങ്ങനെ വീണ്ടും ഒരു അൺഎക്സ്പെക്റ്റഡ് സ്ഥലത്തെത്തി. അത്ര അൺഎക്സ്പെക്റ്റഡ് അല്ല, എന്നാലും ഞങ്ങൾക്കിത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ കാണുന്നത്. ഇതൊരു തൂക്കുവാലാണ് കേട്ടോ. തൂക്കുവാലെന്ന് കൊണ്ട് അങ്ങനെ കുറച്ച് കാണാനൊന്നും പറ്റില്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള തൂക്കുവാലാണ്. ഒരു വണ്ടിക്ക് വരെ കയറി പോവാം. സംഗതി ഞങ്ങൾക്ക് അവിടെ ഭയങ്കര ഇഷ്ടമായിച്ചാലും ഞങ്ങൾക്ക് കുറേ നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ നാളെ എല്ലാവർക്കും ക്ലാസ് ഉണ്ട്, ജോലിയുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങൾ. അപ്പോൾ ഒരു ചെറിയ മഴ പൊടിഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ടാറ്റ ബൈ ബൈ